സെപ്റ്റംബർ 3 മഹാനായ വിശുദ്ധ ഗിഗ്രി മാർപ്പാപ്പ. യുദ്ധങ്ങൾ, ശത്രുക്കളായ ഗോത്രങ്ങളുടെ ആക്രമണം, ക്ഷാമം, നാശം എന്നിവയുടെ കാലഘട്ടത്തിലാണ് ഗിഗറി റോമിൽ താമസിച്ചിരുന്നത്. സമ്പന്നനായ റോമൻ സെനറ്ററായ ഗോർഡിയാനസിൻ്റെ മകനായിരുന്നു അദ്ദേഹം. നല്ല വിദ്യാഭ്യാസം നേടിയിരുന്നു. എന്നാൽ പലരിൽ നിന്നും വ്യത്യസ്തമായി അവൻ ഉദാരമനസ്കനും ദരിദ്രരോട് ശ്രദ്ധാലുവുമായിരുന്നു. 30കളുടെ തുടക്കത്തിൽ ഗിഗ്രിയെ റോമിൻ്റെ മുഖ്യ പ്രിഫെക്ട്സ് അല്ലെങ്കിൽ ഗവർണറായി നിയമിച്ചു. അദ്ദേഹം വളരെ കാലമായി മതജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അദ്ദേഹം റോമിലെ തൻ്റെ ഫാമിലി എസ്റ്റേറ്റിനെ വിശുദ്ധ ആൻഡ്രൂവിൻ്റെ ആശ്രമമാക്കി മാറ്റി. അവിടെ സന്യാസിയായി. സിസിലിയിലെ തൻ്റെ എസ്റ്റേറ്റുകളിൽ 6 ബെനഡിക്റ്റൻ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. സ്വസ്ഥതയും പ്രാർത്ഥനയും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതം അധികനാൾ നീണ്ടുനിന്നില്ല. 578 റോമിലെ 7 ഡീക്കന്മാരിൽ ഒരാളായി അദ്ദേഹത്തെ നിയമിക്കുകയും കോൺസ്റ്റന്റിനോപ്പിളിലെ മാർപ്പാപ്പയുടെ സ്ഥാനാപതിയായി അയക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം 585 വരെ സേവനമനുഷ്ഠിച്ചു. റോമിൽ തിരിച്ചെത്തിയ അദ്ദേഹം വിശുദ്ധ ആൻഡ്രൂവിൻ്റെ മഠാധിപതിയായി. 5 വർഷത്തിനു ശേഷം മാർപ്പാപ്പ മരിച്ചു. ഗ്രിഗറിയെ പുരോഹിതന്മാരും റോമിലെ ജനങ്ങളും മാർപ്പാപ്പയായി അംഗീകരിച്ചു. മനസ്സില്ലാ മനസ്സോടെ ഗിഗ്രി മാർപ്പാപ്പയായി. ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസൻ എന്ന് സ്വയം വിളിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം. എന്നാൽ ഗ്രിഗറി ഒരു നല്ല നേതാവായിരുന്നു. അദ്ദേഹം ഗ്രിഗറി ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്നു. തൻ്റെ രാഷ്ട്രീയ വൈദഗ്ധ്യം, പഠനം, കഴിവുകൾ, ദൈവത്തോടുള്ള അഗാധമായ ഭക്തി എന്നിവ കാരണം ആക്രമണകാരികളായ ലോംബാർഡുകളുമായി സമാധാനം സ്ഥാപിക്കാനും പള്ളിയുടെ സ്വത്തുക്കളും കളപ്പുരകളും പുനഃസംഘടിപ്പിച്ച് നഗരത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാനും സഭയ്ക്കുള്ളിൽ തന്നെ ക്രമം പുനഃസ്ഥാപിക്കാനും ഗ്രിഗറിക്ക് കഴിഞ്ഞു. റോമിൽ വമ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിദേശ രാജ്യങ്ങളിലെ ആളുകളെ വിശ്വാസം പഠിപ്പിക്കാൻ അദ്ദേഹം ഒരു കൂട്ടം സന്യാസിമാരെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലെ അപ്പസ്തോലൻ എന്ന് വിളിച്ചു.